ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ ഏതൊക്കെ, ലാസ്റ്റ് വീക്കിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്, ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇന്ന് ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്തു, അല്ലെങ്കിൽ നിഫ്റ്റി എങ്ങനെയാണ് എന്ന് നോക്കാം. സോ നിഫ്റ്റി സൈഡ് വേസ് ആണ് പോയിരിക്കുന്നത്. പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കിയാൽ ഈ ഒരു 28 ഡിസംബർ മുതൽ സെയിം ആ ഒരു 27,700 ടു 21,800 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 21,835 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 22,600 പോകാനുള്ള സാധ്യതയുണ്ട്. അത് അതേസമയം 21,400 താഴേക്കാണ് പോകുന്നതെങ്കിൽ 21,000 ആവുകയും ആ ഒരു ഡൗൺ ട്രെൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. ബട്ട് കൂടുതലും നാളെ ബഡ്ജറ്റൊക്കെ അവതരിപ്പിക്കുന്നത് കൊണ്ട് ബുള്ളിഷ് ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. മോർണിംഗ് ഒരു ഗ്യാപ് ഡൗൺ ഉണ്ടായിരുന്നു, ബട്ട് എന്നിട്ട് പിന്നെ ഒരു ബെറ്റർ ആയിട്ട് വന്നിട്ട് ബാങ്ക് നിഫ്റ്റിയാണ് നല്ല സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്തിരിക്കുന്നത്. 1.39% കയറിയിട്ടുണ്ട്. സോ തുടർന്ന് നമുക്കൊരു ബുള്ളിഷ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രതീക്ഷിക്കാം. ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കിൽ നോക്കുന്നതിന് മുന്നേ ഇന്ന് ബിഗ്ഗസ്റ്റ് ഗെയിനർ ആയത് ഡോക്ടർ റെഡ്ഡീസ് ലാബ്, ബിഗ്ഗസ്റ്റ് ലൂസർ ലാർസൺ, ആൻഡ് നല്ല പെർഫോം ചെയ്തിരിക്കുന്ന ഫാർമ സെക്ടറും ബേസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചറുമാണ്. സോ ഇതിൽ ഫസ്റ്റ് വക്രാഞ്ചിയാണ് പറയേണ്ടത്. വക്രാഞ്ചി നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള സ്റ്റോക്കാണ്. ഇന്നിപ്പോൾ 19.88 ഏകദേശം 20% കയറി. 4 ദിവസത്തിനുള്ളിൽ 50% കയറിയ ഒരു സ്റ്റോക്കാണ്. ദെൻ BCG ബ്രൈറ്റ്കോം ഗ്രൂപ്പ്, ഈ ഒരു സ്റ്റോക്കും നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. ദെൻ BSE ലിമിറ്റഡ് നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗോദ്രേജ് ഫിലിപ്സ്, സോ 2,377 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് 2,600 വരെ പോകാൻ സാധ്യതയുണ്ട്. ശില്പ മെഡിക്കെയർ സോ 368 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 380 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ ഈ സ്റ്റോക്കിലൊക്കെ ബുള്ളിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കിൽ എങ്ങനെയൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് എടുത്ത് പറയേണ്ട സ്റ്റോക്കാണ് സി എൻ്റർടൈൻമെൻറ്റ്. സോ 173 റുപ്പീസിൽ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നു. 200 നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേഗം തന്നെ ടാർഗറ്റ് റീച്ച് ആവും. പിന്നെ അതുപോലെ ട്രൈഡൻറ്റ് 47 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 60 റുപ്പീസ് വേഗം റീച്ച് ആകും. ദെൻ നാഷണൽ അലുമിനിയം കമ്പനി 149 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 200 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ PFC 443 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 454 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 500 ആ ഒരു റേഞ്ചിലേക്ക് പോകുന്നതായിരിക്കും. ദെൻ ജൂബിലൻറ്റ് ഫാർമ സ്റ്റോക്കിലൊക്കെ നല്ല ഗ്രോത്ത് ആണ്. ജൂബിലൻറ്റ് ഫാർമ 571 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 580 ആണ് ടാർഗറ്റ്. ഒരു 19 to 20% വരെ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് റിട്ടേൺസ് പ്രതീക്ഷിക്കാം. ദെൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ 122 ട്രേഡ് ചെയ്യുന്നു. 150 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ അതുപോലെ സെൻസർ ടെക്നോളജീസ് ഓൾമോസ്റ്റ് ലാസ്റ്റ് വീക്കിൽ പറഞ്ഞ മിക്ക സ്റ്റോക്കിലും ഏകദേശം ടാർഗറ്റ് റീച്ച് ആവാറായി. 574 ട്രേഡ് ചെയ്യുന്നു. 580 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 600, ദെൻ 720 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ബ്രേക്ക്ഔട്ട് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഡിസ്ക്ലെയിമർ ആവർത്തിക്കുന്നു, ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. സോ നിങ്ങളും കൂടി എന്ത് ചെയ്യുക, ഈ സ്റ്റോക്കിൽ ടെക്നിക്കൽ, ഫിനാൻഷ്യൽ, അതുപോലെ വാല്യുവേഷൻ ഒക്കെ നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ മാത്രമാകുന്നു. സോ ഇനി ഏതൊക്കെ സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇതിൽ ഫസ്റ്റ് AU സ്മോൾ ഫിനാൻസ് ബാങ്കിങ് സ്റ്റോക്കിലൊക്കെ നല്ല ഉയരാൻ സാധ്യതയുണ്ട്. 637 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 800 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. സോ 2 weeks to 1 month ആണ് ടാർഗറ്റിൻ്റെ ടൈം ഫ്രെയിം വരുന്നത്. ഓക്കെ. പിന്നെ ദാൽമിയ ഭാരത്
2280 ആണ് ട്രേഡ് ചെയ്യുന്നത്. 2800 വരെയൊക്കെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. ദെൻ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അതൊക്കെ നമ്മൾ ഒത്തിരി പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള സ്റ്റോക്കിലാണ്. 888 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 990 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ശ്രീറാം ഫൈനാൻസ് 2467 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 2700 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഫാർമ സ്റ്റോക്കിൽ മേജറായിട്ട് സിപ്ല, ഈ ഒരു സ്റ്റോക്ക് നല്ല വരാൻ 1351 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1600 വരെയാണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ SBI ലൈഫ് ഇൻഷുറൻസ് 1401 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1700 വരെ പോകാൻ സാധ്യതയുണ്ട്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം HPC, ഈ ഒരു സ്റ്റോക്ക് 463 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 530 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക്കൽ ആ ഒരു സെഗ്മെന്റിൽ ഹാവൽസ് ഇപ്പോൾ കൺസ്യൂമർ ഡ്യൂറബിൾസിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. 1294 ട്രേഡ് ചെയ്യുന്നു. 1510 ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദെൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ 147 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 165 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. 2 weeks to 1 month വരെയാണ് ടൈം ഫ്രെയിം വരുന്നത്. സോ അതിന് മുന്നേ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ്. ഓക്കെ. ദെൻ PNB ഹൗസിംഗ് ഫൈനാൻസ് 785 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1025 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതല്ലാതെ വേറെ നല്ല ബ്രേക്കൗട്ട് വരുന്ന സ്റ്റോക്കിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. KPIT ടെക്നോളജീസ് 1551 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് തന്നെ 6% ഉയർന്നിരിക്കുകയാണ്. സോ നെക്സ്റ്റ് ടാർഗറ്റ് 1800, 16% വരെ ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ BSC ലിമിറ്റഡ് ഇന്ന് 6.21% കയറി. നെക്സ്റ്റ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 2279 ബ്രേക്ക് ചെയ്താൽ 2300 പോകും പറഞ്ഞിരുന്നു. ഇപ്പോൾ 2324 എത്തി. നെക്സ്റ്റ് 3000 ആയിരിക്കും. സോ 31% വരെ ഉയരാൻ സാധ്യതയുണ്ട്. ദെൻ KPR മിൽ 790, നെക്സ്റ്റ് ടാർഗറ്റ് 800 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 1000 വരെ പോകാൻ സാധ്യതയുണ്ട്. 200 പോയിന്റ്സ് വരാൻ സാധ്യതയുണ്ട്. 25% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ നാരായണ ഹൃദ്വാലയ 1317 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1700 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നു. സോ 30% വരാൻ സാധ്യതയുണ്ട്. ഹൊറിസോണ്ടൽ റെസിസ്റ്റൻസ് പ്ലസ് ട്രയാങ്കിൾ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നു. ദെൻ ദേവയാനി ഇന്റർനാഷണൽ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 182 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. 200 ആണ് ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് 2 to 3 months എടുക്കും ഈ ഒരു പറഞ്ഞ ടാർഗറ്റ് എത്താനായിട്ട്. ബട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു 200 ബ്രേക്ക് ചെയ്ത് 240 വരെ പോകാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ്. 32% വരെ റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ പോളി മെഡിക്യൂർ 1457 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 1750 വരെ പോകാൻ സാധ്യതയുണ്ട്. 20% റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്കിൽ എക്സ്പെക്ട് ചെയ്യാം. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ആണ്. സോ ഇതിൽ നമ്മൾ ഒരു 16 സ്റ്റോക്കിലോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റോക്കിലൊക്കെ നിങ്ങളും അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇതല്ലാതെ വേറെ ഏതൊക്കെ സ്റ്റോക്കുകൾ സ്വിംഗ് ട്രേഡിംഗ് നമുക്ക് ഫോക്കസ് ചെയ്യാം എന്നുള്ളത് കമൻസിൽ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരുന്നതായിരിക്കും. കമൻറ്റിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ, ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ബേസിക് വീഡിയോ, ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടും ക്രൂഡ് ഓയിൽ, പിന്നെ ഹൗ ടു ലേണിംഗ് വീഡിയോസ് വന്നിട്ട് ഒരു 50 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയി ചെക്ക് ചെയ്യുക. നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.